ഇന്ന് നമുക്ക് പ്രോട്ടീൻ സ്കിമ്മറെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരു മറൈൻ അക്വേറിയത്തിൽ പ്രോട്ടീൻ സ്കിമ്മർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു നാനോ ആയിട്ടുള്ള സ്കിമ്മറാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയ അക്വേറിയം വലുതാക്കുന്നത് കൂടിയിട്ട് ഞാൻ ഈ ബോയുവിൻ്റെ ഹാങ് ഓൺ സ്കിമ്മറാണ് ഞാൻ പിന്നീട് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എക്കോമാക്സിൻ്റെ ഈ ഒരു സ്കിമ്മർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റിൽ ഞാൻ ഈ ബ്ലൂ ആയിട്ടുള്ള എക്കോമാക്സിൻ്റെ മബിൾ മാഗസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സാധാരണയായി എത്ര തരം പ്രോട്ടീൻ സ്കിമ്മർ ഉണ്ട് നമുക്ക് നോക്കാം. സാധാരണയായി 2 തരം പ്രോട്ടീൻ സ്കിമ്മറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഹാങ് ഓൺ ബാക്ക് പ്രോട്ടീൻ സ്കിമ്മറും അതുപോലെ തന്നെ നമ്മുടെ സബിൻ്റെ അടിയിൽ വയ്ക്കുന്ന പ്രോട്ടീൻ സ്കിമ്മറും. ഇതിലെ 2 ചെറിയ പ്രോട്ടീൻ സ്കിമ്മറും നമുക്ക് ഹാങ് ഓൺ ടൈപ്പിലും അതുപോലെ തന്നെ ചെറിയ സമ്പിൻ്റെ ഇടയിലും നമുക്ക് വെച്ച് യൂസ് ചെയ്യാം. പക്ഷെ അതിൽ മിഡിലിൽ കാണുന്നതാണ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോട്ടീൻ സ്കിമ്മർ. അതല്ല ഒരു ചെറിയൊരു നാനോ മറൈൻ അക്വേറിയം ഞാൻ മുമ്പ് ഫസ്റ്റ് വീഡിയോ സെറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്ര പോകുന്ന അക്വേറിയത്തിലേക്കൊക്കെയും വളരെ എഫിഷ്യൻസിയാണ്, വളരെയധികം ഞാൻ ഒരു നല്ല റേറ്റിംഗ് തരുന്നതാണ് ഈ ചെറിയൊരു പ്രോട്ടീൻ സ്കിമ്മർ. അപ്പോൾ ഇവയെല്ലാം തന്നെ വളരെയധികം എഫിഷ്യൻസി തരുന്ന ഒരു പ്രോട്ടീൻ സ്കിമ്മർ തന്നെയാണ്. ഈ ഒരു വീഡിയോ ഫുള്ളായി എല്ലാവരും കണ്ടു കഴിയുമ്പോൾ മറൈൻ അക്വേറിയത്തിൽ എന്തുമാത്രം ഒഴിച്ചുകൂടാനാവാത്തൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ കയ്യിലുള്ള ഡൈനാമാക്സിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ അടിയിൽ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ എയറേഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ എയറേഷൻ വന്നിട്ട് ഇതൊരു വുഡൻ്റെ ഒരു ബബിൾ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ബബിൾ പോയിട്ട് ഇവിടെ ഈ ചാമ്പറിൽ വന്ന് റിയാക്ഷൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ മൂലം നമുക്ക് നമ്മളിലുള്ള ഫുഡിൻ്റെ വേസ്റ്റുകളെല്ലാം വന്നിട്ട് ഈ ഒരു അടിയിൽ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അടിയിലേക്ക് വന്നിട്ട് താഴത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്കിമ്മർ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇത് വളരെ നല്ലൊരു സ്കിമ്മർ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ കളക്ഷൻ കപ്പ് നിങ്ങൾ ഇതുപോലെയാണ്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ കപ്പ് ഇത്ര ചെറുതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് വലുതാക്കി ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന്. ഇനി നമുക്കിതിലേക്ക് എയറേഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഹൈഗറിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്കത് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് പോയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കളക്ഷൻ കപ്പിൽ വരുന്ന ഓവർഫ്ലോ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ട്യൂബ് ഫിറ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കുപ്പി വെച്ചിട്ട് വളരെ വലുതാക്കിയിട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ കളക്ഷൻ കപ്പ് ചെയ്യാറ്. ഇനി ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് എയറേഷൻ കൊടുത്തിട്ട് നമുക്ക് ബബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനം കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം ഇത് നമുക്ക് ഇതുപോലെ തന്നെ ചില്ലിൽ വെച്ചിട്ട് ഹാങ് ഓൺ ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്കിമ്മർ കാണിക്കാൻ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് സ്കിമ്മർ നമ്മൾ ഈ ഒരു ഹോബിയിലേക്ക് വരുമ്പോൾ ഈ പ്രോട്ടീൻ സ്കിമ്മർ കാണുമ്പോൾ നമുക്ക് തന്നെ വിചാരിക്കും ഇത് എന്താണ്, വളരെയധികം ഈ ഒരു എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുമോ, വളരെയധികം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിമ്പിൾ സാധനം ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനം തന്നെയാണ് എല്ലാ പ്രോട്ടീൻ സ്കിമ്മറും. പക്ഷേ വലുതാവും തോറും അതിൻ്റെ എഫിഷ്യൻസി കൂടും. നമ്മൾ ഓൾറെഡി ബബിളെല്ലാം ഓണാക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എയറേഷൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനായിട്ട് മുമ്പ് കുറച്ചുകൂടി പവർ എയറേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പവറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറിയൊരു ബബിൾസ് ഉണ്ടാവുന്നത്. ഈ ഒരു ബബിൾ മൂലം നമ്മളുടെ മറൈൻ അക്വേറിയത്തിൽ വളരെയധികം അഴുക്കുകളുണ്ടാവും. ഈ അഴുക്കുകളൊന്നും നമ്മളുടെ നോർമൽ ഫിൽട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ അക്വേറിയത്തിൽ വെള്ളം വളരെയധികം കട്ടി കൂടിയതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മൂലം നമുക്ക് മറൈൻ അക്വേറിയത്തിൽ അഴുക്കുകളെല്ലാം നീക്കാൻ സാധിക്കും. ഈ വീഡിയോയുടെ ലാസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ അഴുക്കുകൾ എങ്ങനെ വരുന്നതെന്നെല്ലാം കാണിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള ബോയു പ്രോട്ടീൻ സ്കിമ്മറിന് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ സ്കിമ്മറിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് നമുക്കതിൻ്റെ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രോട്ടീൻ സ്കിമ്മറിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് നമുക്ക് നോക്കാം.
അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ സ്കിമ്മർ എന്തുകൊണ്ടാണ് ഒരു മറൈൻ അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്കോ സിസ്റ്റം നമ്മൾ മറൈൻ അക്വേറിയത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തന്നെ കടൽ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഈ കടൽ കാണുമ്പോൾ ഈ കടലിൽ നമ്മളെ തിരമാലകൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഈ തിരമാലകളിൽ കൂടെ ഒരു പതപതയായിട്ട് നമ്മളൊക്കെ കടൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ കാലിൽ വന്നടിക്കും ഈ ഒരു പ്രൊസക്സിൽ. അതായത് കാറ്റിൻ്റെ ശക്തി മൂലമാണ് തിരമാല ഉണ്ടാകുന്നത്. ഈ ഒരു പ്രൊസക്സാണ് നമ്മൾ പ്രോട്ടീൻ സ്കിമ്മറിൽ ശരിക്കും നടത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തിര സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഈ ഒരു തിര നമ്മളുടെ കാലിൽ വന്നടിക്കുമ്പോൾ ചെറിയ ബബിൾസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ തിരമാലയിൽ കടലിലേക്കുള്ള വേസ്റ്റുകൾ, നമ്മളിപ്പോൾ ഒരു ചെരുപ്പ് കടലിലേക്ക് ബോൾ വലിച്ചെറിഞ്ഞാൽ അത് വീണ്ടും റിട്ടേൺ വരും. അപ്പോൾ ഈ ഒരു പ്രവൃത്തി മൂലം, അതുപോലെ തന്നെ ഈ തിരമാലയുടെ കൂടെ ചെറിയ ചെളികളും എല്ലാം തന്നെ കരയിലേക്ക് അടിയും. ഈ ഒരു പ്രവൃത്തി തന്നെയാണ് മറൈൻ അക്വേറിയത്തിൽ. ഈ ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ പ്രോട്ടീൻ സ്കിമ്മർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പ്രോട്ടീൻ സ്കിമ്മർ മറൈൻ അക്വേറിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെല്ലാം ബെനിഫിറ്റാണ് കിട്ടുക നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫിഷിൻ്റെ വേസ്റ്റുകളെല്ലാം തന്നെ പ്രോട്ടീൻ സ്കിമ്മർ വലിച്ചെടുക്കും. പിന്നെ നമ്മളുടെ അക്വേറിയത്തിൽ വീഴുന്ന ഓവറായിട്ടുള്ള ഫിഷ് ഫീഡുകൾ എല്ലാം തന്നെ അമോണിയ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇവയെല്ലാം തന്നെ പ്രോട്ടീൻ സ്കിമ്മർ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. ഇതുമൂലം നമ്മളുടെ വാട്ടർ വളരെയധികം ക്ലിയർ ആവുകയും വാട്ടർ ചേഞ്ചിൻ്റെ ഫ്രീക്വൻസി വളരെയധികം കൂടുതൽ നാൾ കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്കതൊരു ഹാങ് ഓൺ ഫിൽറ്ററോ അതുപോലെ തന്നെ നമ്മളുടെ പവർ ഹെഡുകളെല്ലാം വെച്ചിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ലെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോൾട്ട് വാട്ടർ വളരെയധികം കട്ടി കൂടിയതാണ്. അപ്പോൾ നമുക്കത് നോർമൽ ഫിൽട്രേഷനിൽ ചെയ്യുമ്പോൾ നമ്മുടെ അക്വേറിയത്തിലുള്ള നൈട്രേറ്റിനെയും ഫോസ്ഫേറ്റിനെയും അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് അരിച്ചെടുക്കാൻ നമ്മുടെ നോർമൽ ഫിൽട്രേഷന് കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിലുണ്ടാകുന്ന യെല്ലോ പിഗ്മെൻറ്റ്, അതിനൊന്നും നമ്മുടെ നോർമൽ ഫിൽട്രേഷനെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതെല്ലാം നമുക്കൊരു പ്രോട്ടീൻ സ്കിമ്മർ വെച്ചിട്ടാണ് അതെല്ലാം നീക്കം ചെയ്യാൻ സാധിക്കുക. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ബോയു ഹാങ് ഓൺ ഫിൽറ്ററിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളക്ഷൻ കപ്പ്. അപ്പോൾ നമ്മൾ ഈ ബബിൾസ് ഉണ്ടാകുന്നത് മൂലം ഇതിലുള്ള എല്ലാ വേസ്റ്റുകളും തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വരും. നമ്മൾ പറഞ്ഞില്ല നേരത്തെ തിരമാലകളെല്ലാം പുറന്തള്ളുന്നത് പോലെ തന്നെ ഈ ഒരു സെയിം പ്രോസസ്സാണ് എല്ലാ സ്കിമ്മറിലും നടത്തുന്നത്. ഈ ഒരു സ്കിമ്മർ നമുക്ക് നമ്മളുടെ ചെറിയ അക്വേറിയത്തിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ വെക്കാം. നമ്മളുടെ ഫിൽട്ടർ മീഡിയൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഇതും നമുക്ക് സേഫായിട്ട് നമുക്ക് വെക്കാം. വളരെയധികം എഫിഷ്യൻ്റ് ഉള്ളൊരു പ്രോട്ടീൻ സ്കിമ്മർ തന്നെയാണ് ഈ പ്രോട്ടീൻ സ്കിമ്മർ. അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്ലെറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം ഫ്ലോ വേണമെന്നും എത്രത്തോളം അതായത് സ്കിമ്മ് ചെയ്യണമെന്നും നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് വെറ്റ് സ്കിമ്മും അതുപോലെ തന്നെ ഡ്രൈ സ്കിമ്മും. അപ്പോൾ എന്താണ് വെറ്റ് സ്കിമ്മും ഡ്രൈ സ്കിമ്മും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബാക്ടീരിയ എല്ലാം ക്രിയേറ്റ് ആയതിനു ശേഷം നമ്മൾ സൈക്കിളൊക്കെ പൂർത്തിയായതിനു ശേഷം നമ്മളുടെ അക്വേറിയത്തിൽ പ്രോട്ടീൻ സ്കിമ്മർ എപ്പോഴും വളരെ എഫിഷ്യൻസ് ആയിട്ട് പ്രവർത്തിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ വാട്ടർ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നോർമലാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെറ്റ് സ്കിമ്മ് മോഡിലിടാം. അതെന്താണെന്ന് നമുക്ക് ലാസ്റ്റ് വലിയൊരു ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മളുടെ അക്വേറിയത്തിൽ പാരാമീറ്ററൊക്കെ വളരെയധികം അമോണിയ എല്ലാം വളരെയധികം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വെറ്റ് സ്കിമ്മിലിടാം. വെറ്റ് സ്കിമ്മിലിടുമ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ ഉള്ള വെള്ളത്തിന് വളരെ എഫിഷ്യൻസി ആയിട്ട് വളരെ സ്പീഡിൽ നമുക്ക് സ്കിമ്മ് ചെയ്യാൻ സാധിക്കും. ഈ സ്കിമ്മ് ചെയ്യുന്നത് മൂലം വളരെയധികം വാട്ടർ ഡ്രോപ്പും ഉണ്ടാവും. അതായത് വെള്ളം നല്ല പോലെ തന്നെ നമ്മുടെ കളക്ഷൻ കപ്പിൽ വന്നുകൊണ്ടിരിക്കും. ഈ ഡ്രൈ സ്കിമ്മ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളത്തിന് കുറച്ചേശ്ശെ എടുത്തിട്ടാണ് സ്കിമ്മ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കളക്ഷൻ കപ്പിൽ കുറച്ചേശ്ശെയാണ് ഇതിൽ വേസ്റ്റുകളെല്ലാം വരുന്നത്. അതാണ് ഡ്രൈ സ്കിമ്മും വെറ്റ് സ്കിമ്മും. അപ്പോൾ നമുക്കിത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക്
ഈ എക്കോമാക്സിൻ്റെ വലിയൊരു ഹാങ് ഓൺ ഫിൽട്ടർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ എക്കോറിയത്തിൻ്റെ കാൽഭാഗം തന്നെ ഈ ഒരു സ്കിമ്മർ തന്നെയാണ്. അതിൻ്റെ മോട്ടറും കണ്ടില്ല, വളരെയധികം വലുതാണ്. ഈ മബിളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാമ്പർ വളരെയധികം വലിയൊരു മാസീവായിട്ടുള്ളൊരു സ്കിമ്മർ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെയാണ് വെള്ളം ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിലൂ കൂടെ വെള്ളം ഉള്ളിലേക്ക് എടുത്തിട്ട് ഉള്ളിലേക്ക് പോയതിന് ശേഷം ഈ കാണുന്ന പുറത്തേക്കുള്ള ഈ വലിയ പൈപ്പിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ആ വെള്ള സ്ക്രൂവിൻ്റെ അവിടെ കാണുന്നതാണ് നമ്മൾ ഗ്ലാസ്സിൽ ടൈറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഭാഗം. അപ്പോൾ ഇത് നമ്മൾ ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം ഇവിടെയാണ് നമ്മളുടെ കളക്ഷൻ കപ്പ് ഇരിക്കുന്നത്. വലിയൊരു മാസീവായിട്ടുള്ള ഒരു കളക്ഷൻ കപ്പ് തന്നെയാണിത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്കിമ്മർ ട്യൂൺ ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമ്മളുടെ വെള്ളം എന്തോരം ഡ്രൈ സ്കിമ്മോ വെറ്റ് സ്കിമ്മോ ആണോ നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു സാധനമാണ് ആ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നത്. അപ്പം ഞാൻ ഇത്ര വലിയ അക്വേറിയം വെച്ചിട്ട് സബ് ടൈപ്പ് പ്രോട്ടീൻ സ്കിമ്മർ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ, അതായത് ഡ്രോപ്പ് ആവുന്നത്, അതായത് നീരാവി പോകുന്നത് കുറയ്ക്കാൻ. അതുപോലെ തന്നെ ഈ സബ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മറൈൻ അക്വേറിയം അതുപോലെ തന്നെ സബിലും ചെറിയ സ്മെല്ല് ക്രിയേറ്റ് ആവും. അപ്പോൾ ആ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാൻഡിസ്റ്റർ ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പേസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പ്രോട്ടീൻ സ്കിമ്മർ ഇതാണ് എൻ്റെ പ്രോട്ടീൻ സ്കിമ്മർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെളി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര മാത്രം എഫിഷ്യൻസാണ് ഈ ഒരു പ്രോട്ടീൻ സ്കിമ്മർ. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ കപ്പിൽ അത്രയധികം ചെളികൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ചെളി നോർമൽ ഫിൽട്രേഷൻ നമുക്ക് നീക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ എയറേഷൻ എടുക്കുന്ന വാൾവാണിത്. അപ്പം നിങ്ങൾക്ക് ഈ വലിയൊരു പ്രോട്ടീൻ സ്കിമ്മർ കാണുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വളരെയധികം ഡിഫിക്കൽട്ടാണ്, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ നോക്കും. നേരത്തെ കണ്ട സെയിം ഒരു സാധ്യതയാണ്. അപ്പോൾ ഈ വൈറ്റ് കളറിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് അക്വേറിയത്തിൽ ഓവർഫ്ലോ വരുമ്പോൾ പോകാനുള്ളൊരു പൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇത് ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് വീണ്ടും പോകും, നമ്മുടെ അക്വേറിയത്തിലേക്ക് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഡ്രൈ സ്കിമ്മാണ് ചെയ്യുന്നത്. വെറ്റ് സ്കിമ്മ് ചെയ്യുമ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ വെള്ളം കൂടുകയും ആ ഒരു ഓവർഫ്ലോ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പാരാമീറ്റർ ഒരുവിധം കറക്റ്റൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല എത്രമാത്രം ചെളിയാണ് ഇവിടെ വന്ന് നിൽക്കണതെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലിൽ തിരമാലകളുടെ കൂടെ ആ ഒരു പതയൊക്കെ വരാറില്ലേ, ആ ഒരു സെയിം സംഭവം, ആ ഒരു സിസ്റ്റം നമ്മൾ മറൈൻ അക്വേറിയത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണതാണ് ഈ പ്രോട്ടീൻ സ്കിമ്മറിൻ്റെ ചെയ്യുന്നതിൽ. അപ്പോൾ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്കിമ്മർ എന്ന് നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായൊരു ചിത്രം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ചിലരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് വിത്തൗട്ട് സ്കിമ്മറിൽ നമുക്കൊരു മറൈൻ അക്വേറിയം ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുള്ള എല്ലാ ഉദാഹരണങ്ങളും നിങ്ങൾക്ക് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടൈപ്പ് പ്രോട്ടീൻ സ്കിമ്മർ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു നാനോ ടൈപ്പ് അക്വേറിയം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ബോയു അതുപോലെ തന്നെ ചെറിയ പ്രോട്ടീൻ സ്കിമ്മർ എല്ലാം മതിയാവും. അതല്ല നിങ്ങളൊരു വലിയൊരു മറൈൻ അക്വേറിയം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് ടൈപ്പ് പ്രോട്ടീൻ സ്കിമ്മർ യൂസ് ചെയ്യുകയാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ പ്രോട്ടീൻ സ്കിമ്മർ എന്താ വിളിക്കാനെന്ന് കാരണം സ്കിമ്മ് ചെയ്യാന്ന് പറഞ്ഞാൽ അരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിലെ വളരെയധികം ആവശ്യമില്ലാത്ത പ്രോട്ടീനുകളെ അരിച്ചെടുക്കുന്ന ഒരു സാധനമാണ് ഈ പ്രോട്ടീൻ സ്കിമ്മർ. നമ്മളുടെ കടലിൽ നടക്കുന്ന സെയിം പ്രോസസ്സിനെ നമ്മൾ നമ്മുടെ മറൈൻ അക്വേറിയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ ഒരു പ്രവൃത്തി. ഇനി നമുക്ക് നമ്മുടെ മറൈൻ അക്വേറിയത്തിൽ മാസീവായിട്ടുള്ള നമ്മുടെ എക്കോമാക്സ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ അക്വേറിയത്തിൻ്റെ കാൽഭാഗം തന്നെയുണ്ട് ഈ ഒരു സ്കിമ്മർ. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര വലിയൊരു പ്രോട്ടീൻ സ്കിമ്മറാണ് ഇതെന്ന്. അപ്പം വളരെയധികം എഫിഷ്യൻസി കൂടിയ നിങ്ങൾക്ക് മോട്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോട്ടറാണ്. അപ്പോൾ നമ്മളുടെ അക്വേറിയത്തിൽ ഒന്നില്ലെങ്കിൽ DC മോട്ടറായിരിക്കും, അതല്ലെങ്കിൽ AC മോട്ടറായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബബിൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന റിയാക്ഷൻ ചാമ്പർ.
അപ്പോൾ നമ്മളിത് ബബിൾസ് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യെല്ലോ ഒരു ട്യൂബ് നമ്മൾ ഇതിലേക്ക് മുക്കി വെക്കണം. അപ്പോൾ ആ മുക്കി വെച്ച് കഴിഞ്ഞാൽ എയറേഷൻ കറക്റ്റ് ആയതിനു ശേഷം നമ്മൾ അത് പുറത്തേക്ക് വീണ്ടും ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് നേരത്തെ ചെയ്ത് കാണിച്ചു തരും ഇതെങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പൈപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു യെല്ലോ പൈപ്പാണ് അപ്പോൾ നമ്മൾ എയറേഷൻ കറക്റ്റ്, അതായത് ഇൻടേക്ക് കറക്റ്റായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വെള്ളത്തിലേക്ക് ഇങ്ങനെ നല്ല പോലെ മുക്കി വെക്കണം. അപ്പോൾ നമ്മളുടെ ബബിൾ ഇങ്ങനെ ഓൾമോസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ഒരു 5-6 മിനിറ്റ് പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളുടെ അക്വേറിയത്തിൻ്റെ കാൽഭാഗം തന്നെ ഇതുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻടേക്ക് ഭാഗം. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് നല്ല പോലെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ആ ഒരു യെല്ലോ പൈപ്പ് നമുക്ക് അക്വേറിയത്തിലേക്ക് നല്ല പോലെ ഇറക്കി വെക്കാം. അപ്പോൾ വെള്ളത്തിൽ മുട്ടി നിൽക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയും ബബിൾസൊക്കെ ചെറുതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് എഫിഷ്യൻസി ആയിട്ട് കറങ്ങി കഴിയുമ്പോൾ ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ബബിൾസ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോട്ടറാണ് ഈ ഒരു എക്കോമാക്സിൻ്റെ ഈ ഹാങ് ഓൺ ഫിൽട്ടർ. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ റിയാക്ഷൻ ചാമ്പർ. അപ്പോൾ ഒരു മൊന കാണുന്ന അതിൽ കൂടെ ലക്ഷക്കണക്കിനും ബബിൾസ് ഇത് പ്രവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ മാത്രം ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നീട് ഇതിലേക്ക് വെള്ളമുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് പോയ സമയത്തൊന്നും നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇനി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ ലക്ഷക്കണക്കിന് ബബിൾസാണ് സെക്കൻഡുകൾ കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ പ്രോട്ടീൻ സ്കിമ്മറിൻ്റെയും പ്രവർത്തനം ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോട്ടീൻ സ്കിമ്മർ കണ്ടിട്ട് ആരും ഇത് എന്താണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല മറൈൻ അക്വേറിയം എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. നമ്മളപ്പോൾ ഒരു മറൈൻ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകം തന്നെയാണ് പ്രോട്ടീൻ സ്കിമ്മർ. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് നമുക്കുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വാട്ടറെല്ലാം സൈക്കിളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മെയിൻ്റെനൻസ് എല്ലാം കുറവാണ് വരിക. അതുപോലെ തന്നെ മറൈനിലെ ഫിഷുകൾക്കെല്ലാം വളരെയധികം ലൈഫ് സ്പാൻ കൂടുതലുള്ള കാരണം നമുക്ക് മറൈൻ ഹോബിയിൽ അത്ര അധികം ചിലവ് കാര്യങ്ങൾ വൺ ടൈം ഒരു ചിലവ് മാത്രമാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ സ്കിമ്മറിൻ്റെ മെയിൻ പ്രവർത്തനം നിങ്ങൾക്ക് എങ്ങനെയായാലും മനസ്സിലാവും. ഈ ഒരു ചാമ്പറിൽ ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ബബിൾസ് ഉണ്ടാവുന്ന മൂലം ഈ ബബിൾസ് മുകളിൽ ചെന്ന് നുരയും പതിയുമാവുന്നതോടെ ഈ അക്വേറിയത്തിലുള്ള ചെളിയും എല്ലാം വന്നിട്ട് നമ്മുടെ കളക്ഷൻ കപ്പിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്കിമ്മറിൻ്റെ പ്രവർത്തനം. അപ്പോൾ നിങ്ങളൊരു അനിമോണിയനൊക്കെ അക്വേറിയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അനിമോണിയയിലൊക്കെ വളരെയധികം ജെല്ലി ആയിട്ടുള്ള ടൈപ്പുള്ള വേസ്റ്റുകളെല്ലാം പുറന്തള്ളുന്നു ചില സമയങ്ങളിൽ. അതുപോലെ തന്നെ അനിമോണി സ്ട്രെസ്സാവുന്ന സമയത്ത് ഇങ്ങനെയുള്ള ജെല്ലുകളെല്ലാം പുറത്തേക്ക് വരും. ഇതൊക്കെ നമുക്ക് സ്കിമ്മ് ചെയ്യാൻ നമ്മുടെ നോർമൽ ഫിൽട്രേഷനിൽ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരു സ്കിമ്മർ മറൈൻ അക്വേറിയത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മറൈൻ അക്വേറിയത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റ് തന്നെയാണ് പ്രോട്ടീൻ സ്കിമ്മർ. നമ്മുടെ മറൈൻ അക്വേറിയത്തിലെ ഹാർട്ട് എന്ന് തന്നെ വിളിക്കാം നമ്മുടെ പ്രോട്ടീൻ സ്കിമ്മറെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോട്ടീൻ സ്കിമ്മറിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.